അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഒരുപാട് ഖബറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ സ്വർഗത്തിൽ നിന്നുള്ള തോപ്പാക്കണേ അല്ലാ, ഇങ്ങനെ ഒരുപാട് തരം ഖബറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഭയാനകമായ ഖബറുകളുമുണ്ട്. അങ്ങനെ ഒരു 7 തരം ഖബറുകളും ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഖബറുകളിൽ കിടക്കുന്ന ആളുകൾ എന്നുമാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മൾ ഏത് ഖബറിലാണോ കിടക്കാൻ പോകുന്നത്. ഓരോ ആളുകളും അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഏത് ഖബറിലാണ് കിടക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലമായിട്ടാണ് ഓരോ ആളുകൾക്കും ഇന്ന ഖബറാണ് ലഭിക്കുക എന്ന് മനസ്സിലാകുക. അതുപോലെ തന്നെ അൽ ഖബ്റു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള വീടുകളിൽ നിന്നുള്ള ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അങ്ങോട്ട് എല്ലാം രക്ഷപ്പെട്ടു. ആ ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും പരാജയമായിരിക്കും. ഖബറിൽ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ അനന്തരാവകാശികളെയും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ആ 7 തരം ഖബറുകളും ആരൊക്കെയാണ് ആ ഖബറിൽ കിടക്കുന്ന ആളുകളും എന്ന്. ഒന്നാമത്തത് പ്രകാശപൂരിതമായ ഖബറാണ്. നമുക്കറിയാം ഖബറിനെ സംബന്ധിച്ച് 6 അടി താഴ്ചയുള്ള ഖബറിൽ ഒരു തരി വെളിച്ചം പോലും ലഭിക്കുകയില്ല. കാരണം മൂടുകല്ല് വെച്ചിട്ട് അതിന്റെ വിടവുകളൊക്കെ ചളി മണ്ണ് കുഴച്ചിട്ട് ശരിക്കും അടച്ചുകൊടുക്കുകയാണ്. അതിനുശേഷം കല്ലും മണ്ണും കൊത്തി വലിച്ചിട്ടിട്ട് വെള്ളം അടിച്ച് അങ്ങോട്ട് ഫില്ല് ചെയ്യാണ്. ഒരു തരി വെളിച്ചം പോലും അതിനകത്തേക്ക് ലഭിക്കുകയില്ല. എന്നാൽ ആ ഖബർ അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കും. ആ വെളിച്ചമായ ഖബർ ആർക്കാണ് ആ ഖബർ ലഭിക്കുക? എങ്ങനെയുള്ള ആളുകളുടെ ഖബറാണത്? അത് സ്വാലിഹീങ്ങളുടെയും ആരാധനകൾ കൂടുതൽ ചെയ്യുന്ന ആളുകളുടെയും ഖബറാണ്. സ്വാലിഹീങ്ങളുടെ ആയ ആളുകൾ, അതുപോലെ തന്നെ ആരാധനകൾ കൂടുതൽ ചെയ്യുന്ന ആളുകൾക്കും ലഭിക്കുന്ന ഖബറാണത്. അത് ആളുകൾ കാണാൻ വേണ്ടിയല്ല, ആരാധനകളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ ആരാധനകളും കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ഖബർ ഇരുട്ടുമൂടിയ ഖബറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഖബറിലേക്ക് ഒരു തരി വെളിച്ചം പോലും ലഭിക്കുകയില്ല. അങ്ങനെ ഇരുട്ടുമൂടിയ ഖബർ, ആരുടെ ഖബറാണത്? അതിൽ ആരാണ് കിടക്കുന്നത്? അള്ളാഹുവിനെ ഓർക്കാതെ തിന്മയിലായി ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ഓർമ്മയില്ല, കിട്ടുന്ന എല്ലാ തിന്മകളും ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ കിടക്കുന്നതാണ് ഈ ഇരുട്ടുമൂടിയ ഖബർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 1-2 ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല, എത്രായിരം വർഷങ്ങളായിരിക്കും. ചിലപ്പോ എത്രയോ വർഷങ്ങൾ മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആളുകൾ പോലും ഇന്നും ഖബറിലാണ്. അവർ വെളിച്ചമുള്ള ഖബറിലാണെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാകും. ഇരുട്ടുമൂടിയ ഖബറിലാണെങ്കിലോ ഇന്നും അവർ ആ ഖബറിലാണ് ജീവിക്കുന്നുള്ളത്. നമ്മൾ ഓർക്കണം, നമ്മൾ മരിച്ചു പോയാൽ എത്രായിരം വർഷങ്ങളായിരിക്കും നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരിക, നമുക്കറിയില്ല. മൂന്നാമത്തത് സ്വർഗീയമായ ഖബർ. സ്വർഗീയമായ ഖബർ എന്ന് പറയുമ്പോൾ ഖബർ തന്നെ ഒരു സ്വർഗം പോലെയാണ്. അങ്ങനെയുള്ള ഖബർ അതാർക്കാണ് ലഭിക്കുക? മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്വർഗീയമായ ഖബർ. അതുപോലെ തന്നെ നാലാമത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, തീക്കുണ്ടമായിട്ടുള്ള ശിക്ഷയുടെ ഖബർ. അവിടെ എന്തൊക്കെ ശിക്ഷയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ കത്തിക്കാളുന്ന ഖബറായിരിക്കും അത് ആർക്കാണ് ലഭിക്കുക? അക്രമികൾക്കും തെമ്മാടികൾക്കും അവിശ്വാസികൾക്കും ലഭിക്കുന്ന ഖബറാണത്. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇല്ലാത്ത അക്രമങ്ങൾ ഉണ്ടാവില്ല, അവിടെ ഇല്ലാത്ത ക്ഷുദ്രജീവികൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഖബർ അത് ഞാൻ ഈ പറഞ്ഞ അക്രമികളുടെയും അതുപോലെ തന്നെ തമ്മാടികളുടെയും അവിശ്വാസികളുടെയും ഖബറായിരിക്കും. അഞ്ചാമത്തത് വിശാലമായ ഖബർ, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഖബർ. ഞാൻ നേരത്തെ പറഞ്ഞത് ഖബർ തന്നെ സ്വർഗമാണ് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന വിശാലമായ ഖബറാണ്. ആ സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ കിടക്കുകയാണ്. ഞാൻ ആ സ്വർഗത്തിലേക്ക് പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തില് വിശാലമായ ഖബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആർക്കാണ് ഇത് ലഭിക്കുക? മലക്കുകൾക്ക് കൃത്യമായ ഉത്തരം നൽകിയ വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുന്നതാണത്. നാളെ മലക്കുകൾ നമ്മെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന്, എല്ലാ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം നൽകുന്ന വിശ്വാസികളായ ആളുകൾക്കാണ് അത് ലഭിക്കുക. അല്ലാഹു തആല എല്ലാ ഉത്തരങ്ങളും കൃത്യമായി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആറാമത്തത് ഞെരുക്കമുള്ള ഖബർ.
നമുക്കറിയാം ഖബറിനെ കുറിച്ച്. ഖബറിലൊന്നും മലർന്നു കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചെരിച്ചിട്ടാണ് ഖബറിൽ നമ്മെ കിടത്തുന്നുണ്ടാവുക. മാത്രമല്ല, മറമാടി കഴിഞ്ഞാൽ ഖബർ നമ്മെ വാരിയിൽ കോർക്കുന്ന രൂപത്തിലൊന്ന് ഇടുക്കുക തന്നെ ചെയ്യും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഏത് സമയത്തും ഇടുക്കിയിട്ടുള്ള ഖബർ, എത്രായിരം വർഷങ്ങളായിരിക്കും നമ്മൾ അങ്ങനെ കിടക്കേണ്ടി വരിക. നഊദു ബില്ലാഹി, അല്ലാഹു തആല കാത്തു സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഇടുക്കമുള്ള ഖബറിൽ കിടക്കുന്ന ആളുകളാരാ? തിന്മ അധികരിച്ച, അശ്രദ്ധരായ, നിസ്കാരത്തിന്റെയും മറ്റും കാര്യങ്ങളിൽ അശ്രദ്ധരായി നടക്കുന്ന, അതുപോലെ തന്നെ തിന്മകൾ അധികമായി ചെയ്ത് നടക്കുന്ന ആളുകളാണ് ഈ ഞെരുക്കമുള്ള ഖബറിൽ കിടക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തത് സുഗന്ധമുള്ള പരിമളപൂരിതമായ ഖബർ. ഇത്രത്തോളം നമ്മൾ പറഞ്ഞത് ഖബറിന്റെ അകത്ത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ സുഗന്ധമുള്ള ഖബർ എന്നുള്ളത് അത് ചിലപ്പോൾ പുറത്തേക്ക് പോലും ആ സുഗന്ധം പരന്നേക്കാം എന്നാണ് പറയുന്നത്. സുഗന്ധമുള്ള ഖബർ, ചില ഖബറിന്റെ അടുത്തുകൂടെ നമുക്ക് പോയാൽ ആ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ആരുടെ ഖബറാണത്? അമ്പിയാക്കളുടെയും ഔലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും അതുപോലെ തന്നെ നല്ല ജീവിതം നയിച്ച ആളുകളുടെയും സ്വാലിഹ്യങ്ങളുടെയും ഖബറായിരിക്കും അത്. ആ ഖബറിന്റെ അടുത്തുകൂടി നമ്മൾ പോകുമ്പോൾ ആ പരിമളം നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് വിഭാഗമാണ്, നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് ഏത് ഖബറായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വാലിഹ്യങ്ങളാണോ? നമുക്ക് എന്നും ആരാധന ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തെമ്മാടികളാണോ? നമ്മൾ അവിശ്വാസികളാണോ? നമ്മൾ എന്നും തെറ്റുകൾ ചെയ്ത് നടക്കുന്നവരാണോ? നമ്മൾ മുഅ്മിനീങ്ങളാണോ? നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? നമുക്ക് ഏത് തരം ഖബറായിരിക്കും ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാവരുടെയും ഖബർ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗീയ പൂന്തോപ്പായ ഖബറാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.